എനിക്ക് 23 വയസ്സ്, ഭാര്യയാവാൻ പോകുന്നവൾക്ക് 18 വയസ്സാണ് തികഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടൊക്കെ മതി എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കല്യാണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനോട് പോയിട്ട് നിങ്ങളെ കുട്ടീനെ ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ടേ വേണ്ടൂ എന്ന് പറയാൻ അതിനെന്നെ കിട്ടില്ല. നമുക്ക് കല്യാണം 18 വയസ്സായല്ലോ കുട്ടിക്ക്, അവന് 23 വയസ്സായി, പോയാൽ അന്വേഷിക്കാൻ അവർ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നടത്തുക എന്നുള്ള രീതിയിൽ അച്ഛനും അമ്മയും കുടുംബാദികൾ പോയി അന്വേഷിച്ചു, കൊടുക്കാമെന്നും കൊള്ളാമെന്ന് വെച്ചു. അപ്പോൾ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹം ഉണ്ടായത്. ഇവർ തലേ ദിവസം തന്നെ വന്നു. എൻ്റെ ഒരു ചെറിയമ്മയുടെ വീട്ടിൽ ഇവരൊക്കെ താമസിപ്പിച്ച് അന്ന് രാത്രി മുതൽ ഭക്ഷണം നമ്മളെ വകയാണ്. അപ്പോൾ ഈ കുട്ടീനെ ദൂരെ നിന്നിങ്ങനെ കാണും, അടുത്തു പോവോ സംസാരം അതൊന്നുമില്ല, അതൊന്നും ആ കാലത്ത് അനുവദനീയമല്ല. പിറ്റേ ദിവസം മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വിവാഹം നടന്നത്. അത് 1977. ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ഭാര്യയായിട്ട് തന്നെ കൃത്യമായി നടക്കുന്നു. ഇപ്പോൾ 3 മക്കളും ഉണ്ട് എനിക്ക്, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ആൺകുട്ടികൾ 2 പേരും എൻ്റെ അതേ ജോലിയാണ്, ശ്രീകാന്ത്, ശ്രീരാജ്. മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരും വാദ്യകലാകാരന്മാരായിട്ട് തന്നെ ഒരുമിച്ച് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകള് മട്ടന്നൂർ അടുത്ത് തന്നെയാണ്, വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി. മൂത്ത മകന് 2 ആൺകുട്ടികൾ. അതിൽ മൂത്ത മകൻ ബാംഗ്ലൂർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, രണ്ടാമത്തെ മകൻ +1 പഠിക്കുകയാണ്. രണ്ടാമത്തെ മകന്, മൂത്തത് മകളാണ്, അവൾ ഡിഗ്രി ദേവഗിരി കോളേജിൽ പഠിക്കുകയാണ്. രണ്ടാമൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മകൾക്കൊരു ചെറിയ കുട്ടി, 4 വയസ്സ് ഉള്ളൊരു ആൺകുട്ടി. മകളുടെ 2ാം വിവാഹമായിരുന്നു. 12 വർഷം ഒരു ഭർത്താവിൻ്റെ കൂടെ അവൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാൻ അവർക്ക് 2 പേർക്കും പറ്റിയില്ല. അപ്പോൾ രേഖാമൂലം അത് വേർപെട്ടതിന് ശേഷം അച്ഛൻ്റെ മരുമകൻ്റെ മകൻ ആണ് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിലൊരു ആൺകുട്ടിയുണ്ട്. ആദ്യത്തെ വിവാഹത്തിൽ അവൾക്ക് കുട്ടികളില്ല. ഇപ്പോൾ 4 വയസ്സുള്ളൊരു ആൺകുട്ടിയുണ്ട്. കൃത്യമായിട്ട് സന്തോഷകരമായിട്ട് നടക്കുന്നു. അവനും ഒരു വാദ്യകലാകാരൻ തന്നെയാണ്, മകളെ ഭർത്താവ്. അപ്പോൾ മൊത്തമായിട്ട് ഏറ്റവും അധികം 100% എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് നടക്കുന്ന ഒരു കലാകാരനാണ് ഇപ്പോഴും ഞാൻ. പിന്നെ വാദ്യകലാ പ്രവൃത്തി തന്നെയാണ് കൃത്യമായി തുടങ്ങി. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജീവിത പാത എന്ന് ഉറപ്പിച്ചു. ഒരു 73, 74 ഒക്കെയാണ്, 1973, 74 കൃത്യമായിട്ട് ഉത്സവവാദ്യത്തിന് പങ്കെടുക്കാൻ തുടങ്ങിയത്. കൃത്യമായിട്ട് സാധാരണ ആ കാലങ്ങളിൽ പല സ്ഥലത്തും ഉത്സവത്തിന് പോയി വാദ്യക്കാരനായിട്ടാണ് ചേരലാണ്. അവിടുത്തെ മാനേജർമാരുണ്ടാവും, അവരൊരു പുസ്തകത്തിൽ എഴുതി വെക്കും, ഇത്ര വാദ്യക്കാരൂടെ ചേർന്നിട്ടുണ്ട്, 8-10 ദിവസങ്ങളുള്ള ഉത്സവം. ഈ ഉത്സവങ്ങളിൽ എല്ലാ മേളത്തിനായാലും പഞ്ചവാദ്യത്തിനായാലും എല്ലാം പങ്കെടുത്താൽ ഏകദേശം ഒരു ദിവസം ഒരു 35-40 രൂപ വരെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഒരു ദിവസം. 10 ദിവസത്തിനാച്ചാൽ 350 രൂപ ഇല്ലെങ്കിൽ 300 രൂപ. ഇതായിരുന്നു പ്രതിഫലം അങ്ങോട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. അവർ തരുന്നത് മേടിച്ച് പോവുക. അപ്പോൾ നമുക്ക് ഉത്സവകാലങ്ങളിൽ നല്ല ഭക്ഷണം കിട്ടും. പിന്നെ നമ്മുടെ വാദ്യപ്രവൃത്തികൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കാം. ഒരുപാട് ജനങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ടാവും. അങ്ങനെ ഒരു കാലമായിരുന്നു അത്. പിന്നീട് ആണ് നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്തു വരുന്നു. ആ ജോലിക്കൊക്കെ ഒരു മാന്യത വേണം. ജനങ്ങൾ വെറുതെ കണ്ട് കേട്ട് ആസ്വദിച്ച് പോയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഒരു പ്രതിഫലം നിശ്ചയിക്കാൻ നമ്മൾ തന്നെ അതിനെ പുറപ്പെടണം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറേ കാലത്തിന് ശേഷം. കാരണം ജനങ്ങൾക്ക് നമ്മളെ ആവശ്യമാണെന്ന് വന്ന ഒരു കാലം. ഇതാണ് ഏറ്റവും നല്ല സമയം. ആവശ്യപ്പെട്ട് വേണ്ട സ്ഥലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലം കിട്ടണം എന്ന് പറയാൻ മോഹിച്ചു തുടങ്ങി. ഏകദേശം ഒരു 80 കാലഘട്ടങ്ങളിൽ എന്നെ വിളിച്ചാൽ എനിക്ക് ഇത്ര രൂപയെങ്കിലും മിനിമം തരണം, എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയാൻ പലപ്പോഴും അത് പറഞ്ഞുകൊണ്ട് പരിപാടികൾ കിട്ടാത്തൊരവസരം ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും
10 ഇക്കൊല്ലം കിട്ടിയാൽ അടുത്ത കൊല്ലം ഒരു 15 എങ്കിലും ആവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 83 ആകുമ്പോഴേക്ക് കൃത്യമായിട്ട് പ്രതിഫലം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ പോയിരുന്നു. ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ അതേ ഗ്രേഡുള്ള ആൾക്കാരും അത് പറയാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായിട്ട് കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തതും പറഞ്ഞും ഇന്ന് നമുക്ക് എന്താണോ ആവശ്യം അത് പ്രതിഫലം പറഞ്ഞ് ഏറ്റെടുക്കാനും അത് കൊണ്ടു നടക്കാനും ഉള്ളൊരു കാലമായി ഇപ്പോഴെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പലതും വേണ്ടാന്ന് വെക്കും, പക്ഷെ അത് നമ്മൾ സഹിക്കണം ആ കാലത്ത്. പക്ഷേ അത് കാലം കൊണ്ട് ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മാന്യമായ പ്രതിഫലം കേരളത്തിലുള്ള എല്ലാ വാദ്യക്കാർക്കും കിട്ടുന്നുണ്ട് എന്നതൊരു വലിയൊരു സത്യമാണ്. അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന ഒരു നല്ല പേരോ ഇല്ലെങ്കിൽ ഒരു ചീത്തപ്പേരോ ഏതാണ് അത് ജനങ്ങൾക്ക് നിശ്ചയിക്കാം ഏതാണ്. എന്തായാലും കമ്മിറ്റിക്കാരോട് ആവശ്യമുള്ളവരോട് കൃത്യമായിട്ട് പ്രതിഫലം പറഞ്ഞ് മേടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ 100 രൂപ വെച്ചാൽ ഇല്ല ഒരു 90 നടത്തി തരുക, അല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് 40 കിട്ടുക. അപ്പോൾ ഇത് ചോദിക്കാനുള്ള മനസ്സും കൂടി അവർക്ക് ഉണ്ടാവണം. ആ രീതിയിൽ ചെയ്ത് ഇന്നത്തെ ഒരവസ്ഥ നമ്മൾ പറഞ്ഞ പ്രതിഫലം കിട്ടിത്തുടങ്ങി. അത് കേരളത്തിലുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള കലാകാരന്മാർക്കും ഇന്ന് കിട്ടുന്നുണ്ട് എന്നൊരു സത്യമാണ്. പിന്നെ പരിപാടികൾ അന്നത്തെ മാതിരി അല്ല ഇന്ന് നടക്കുന്നത്. എണ്ണങ്ങൾ ഒരുപാട് കൂടി. പല അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങൾ മാത്രമല്ല ഇപ്പോൾ വാദ്യം, അവിടെ ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ ഇപ്പോൾ ജനങ്ങൾ പരിപാടി നടത്തുന്നുണ്ട് എല്ലാ തരങ്ങളിലും. അതുകൊണ്ട് ഒരു പ്രത്യേകം ഉത്സവം ഉള്ള കാലഘട്ടങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ വാദ്യകലാകാരന്മാർ ജോലി ചെയ്യുന്നത്. അതല്ലാത്ത പൊതുവായിട്ടുള്ള സർക്കാരിൻ്റെ പരിപാടികൾ പലതും ഓണം വിഷു മുതലായ എല്ലാ പരിപാടികൾക്കും ഈ വാദ്യമേളൊക്കെ സ്ഥിരമായി നടത്താൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങളും അതിനുള്ള പ്രതിഫലവും പഴയതിനേക്കാളും എത്രയോ മേലെ കിട്ടുന്നൊരു കാലഘട്ടമായി ഇപ്പോഴും. ഈ തായമ്പയും മേളവും കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്നതിന് മുന്നേ ഞാനൊരു കഥകളി ചെണ്ടക്കാരനായിട്ടായിരുന്നു നടന്നിരുന്നത്. ആ കാലങ്ങളിൽ ഉള്ള മഹാരഥന്മാരായ വേഷക്കാർ കലാമണ്ഡലം കൃഷ്ണൻ നായർ, കീഴ്പ്പടം കുമാരൻ നായർ, കലാമണ്ഡലം രാമകുട്ടി നായാശൻ തുടങ്ങിയിരുന്ന മഹാരഥന്മാരുടെ വേഷങ്ങൾക്ക് കൊട്ടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കഥകളിയിൽ തിരനോട്ടം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ആ കാലത്തുള്ള വലിയ കലാകാരന്മാർ തിരനോട്ടത്തിന് പകരം തിരിഞ്ഞ് നോട്ടം എന്നുള്ളൊരു ഏർപ്പാട് തുടങ്ങി. അതായത് കൊട്ടുന്ന ചെണ്ടക്കാരനൊക്കെ തിരിഞ്ഞു നോക്കാനുള്ള വേഷക്കാർ അന്നുണ്ടായി തുടങ്ങി. എന്നെ സംബന്ധിച്ച് അത് ലെവലേശം അംഗീകരിക്കാനുള്ള മനസ്സുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എല്ലാ ദിവസവും ഒരുമിച്ച് ഒരു കലാകാരൻ തന്നെ കൊണ്ടു കിടക്കണം, അല്ലാതെ ഒന്നും അത് നടക്കില്ല. എല്ലാ മുദ്രകൾക്കും കൂടി എന്ന് വന്നേക്കില്ല. എങ്കിലും ചില പ്രത്യേക സമയത്ത് കൃത്യമായിട്ട് നടക്കാത്ത ചില കലാകാരന്മാർ ചെയ്യുന്ന വിഷയം തിരിഞ്ഞു നോട്ടമുണ്ട്. ഈ തിരിഞ്ഞു നോട്ടത്തിന് ഞാൻ എതിരായിരുന്നു. അപ്പോൾ ഏതോ സ്ഥലത്ത് ഏതോ ഒരു വലിയൊരു കലാകാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മുൻപോട്ട് നോക്കിയിട്ട് കളിക്കേണ്ട കളി പിന്നിലേക്ക് നോക്കിയിട്ട് കളിച്ചാൽ അതിന് കൃത്യമായിട്ട് അക്കമ്പനിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കലാകാരനല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി. അന്ന് നിശ്ചയിച്ചു ഇനി ഈ കഥകളി കൊട്ട് ഒഴിവാക്കിയിട്ട് ചില തായമ്പുഴ മേളം ഇതിനൊക്കെ പോവാണ് സുഖം എന്ന് തുടങ്ങി അന്ന് നിശ്ചയിച്ചതാണ്. അതിനുശേഷം വല്ലാണ്ട് പിന്നെ കഥകളിക്ക് കൊട്ടാൻ ഞാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റേതായ വഴി എന്നുള്ള നിലക്ക് അത് സഞ്ചരിച്ചു, ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തിരഞ്ഞു നോട്ടം വരുന്നത് ആ വേഷക്കാരൻ്റെ മുദ്രകൾക്ക് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നൊരു തോന്നൽ, അത് തോന്നൽ മാത്രമാണ്. അങ്ങനെ തോന്നാനുള്ള കാരണങ്ങൾ മറ്റൊന്നാണ്. കാരണം കലാകാരന്മാർക്ക് സുഖം അനുഭവിക്കാനുള്ള ചില വിഷയങ്ങൾ
പല കമ്മിറ്റിക്കാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അമിത സുഖം കണ്ടെത്തുകയാണ്. അപ്പോൾ എവിടെയാണ് അരങ്ങണത്, ആരാണ് കൊട്ടുന്നത്, എന്താണ് ചെയ്യുന്നത്, ഒരു സ്വയം ബോധമില്ലാത്തൊരവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു സത്യമായ കാര്യങ്ങളാണ്. പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ ചിലപ്പോൾ ആക്ഷേപം പറയും. പക്ഷേ ഇതൊക്കെ ഞാൻ സ്വയം അനുഭവിച്ച വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരം ചില സന്ദർഭങ്ങളിലുള്ള തിരിഞ്ഞു നോട്ടങ്ങൾ ഏത് കലാകാരനായാലും ശരി, അത് എൻ്റെ മനസ്സിൽ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അതാണ് ഈ തിരനോട്ടം എന്നുള്ളത്, തിരശ്ശീല താഴ്ത്തി തിരനോട്ടം എന്നുള്ളൊരു ക്രിയ കഥകളിക്കുണ്ട്. അത് തിരിഞ്ഞു നോട്ടായ നന്നല്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിന്നെ വല്ലാണ്ട് അതിന് പോകണ്ടാന്ന് തീരുമാനിച്ച് വഴി മാറിപ്പോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇന്നേ വരെ വന്നിട്ടുമില്ല. ആ ഒരു ഉറപ്പുണ്ട്. അത് കൃത്യമായിട്ട് അവനവൻ ചെയ്യേണ്ട പ്രവൃത്തി, അതിലുള്ള പാഠം എനിക്ക് പറയാനുള്ളത്, അവനവൻ ചെയ്യേണ്ട പ്രവൃത്തി അത് കൃത്യമായിട്ട് ചെയ്യാതെ മറ്റവൻ്റെ മേലെ പഴിചാരുക എന്നൊരു സംഭവം, അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന വിഷയം അത് എടുത്ത് പറയും. അതുകൊണ്ട് എനിക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ മറ്റൊരു വഴി തേടി പോയി എന്നേ വിചാരിക്കാൻ പാടുള്ളൂ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വാദ്യകലാകാരന്മാരുടെ അതിപ്രഗത്ഭരായിട്ടുള്ള പല്ലാവൂരപ്പുമാരാർ, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ, തിത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ, തിത്താല കേശവ പൊതുവാൾ, പൂക്കാട്ട് ദിവാകര പൊതുവാൾ, കല്ലൂർ രാമകുട്ടിമാരാർ തുടങ്ങി എൻ്റെ ഗുരുനാഥൻ സദനം വാസുദേവൻ ഉൾപ്പെടെ നിരവധി ഗുരുനാഥന്മാരുടെ കൂടെ കൊട്ടിയ ചില അനുഭവം. ഈ പറഞ്ഞ ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവമാണ്, പൊതുവേ എല്ലാവർക്കും ഉണ്ട്. അതിലേറ്റവും കേവമായിട്ടുള്ളൊരു കൊട്ടുകാരനായിരുന്നു, മനസ്സിലും മറക്കാത്തൊരു കൊട്ടുകാരനായിരുന്നു തൃത്താല കേശവ പുതാൾ. തൃത്താല കേശവ പുതാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു ചുമതലയോ, ഭാര്യയുണ്ട്, 2 മക്കളൊക്കെ ഉണ്ട്, പക്ഷേ ആരെയും കൂട്ടാക്കാത്ത ഒരാളാണ്. ഒരാളുടെ ഒന്നും ആവശ്യവുമില്ല, അവനവന് കിട്ടിയതും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു ഭ്രാന്താണെന്നൊക്കെയാണ് സാധാരണ ആൾക്കാർ പറയാം. ഈ കേശവന് ഭ്രാന്താണ്. എന്നെ സംബന്ധിച്ച് 2 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടന്ന് കൊട്ടിയിട്ടുണ്ട്. കൊട്ടിൽ ഇത്രയും കേമായിട്ടൊരു അനുഭവം, അതായത് ഇന്നലെ കൊട്ടി ഒന്നും ആയിരിക്കില്ല ഇന്ന് കൊട്ട്, ദിവസേന ഇത്രയും മാറി മാറി കയ്യിൽ അതൊരു പ്രത്യേക അനുഗ്രഹമുള്ള ഒരാളായിരുന്നു. ഞാൻ കേശവേട്ടൻ എന്നാണ് വിളിക്കുക, തൃത്താല കേശവേട്ടൻ. അപ്പോൾ അവരൊക്കെ എവിടെ ചെന്നാലും തൃത്താല കേശവേട്ടൻ്റെ കൂടെ ഈ നടക്കുന്നതിലിടയ്ക്ക് എനിക്ക് തിരൂർ ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹം ഒരു വലിയ തിരുമേനിയാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് വായ്ത്താരിയുണ്ട്. ഇപ്പോൾ ചെണ്ട കൊട്ട് മാത്രം, ഈ കൊട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ 2 തരത്തിലാണ്. ഒന്ന് വായ്ത്താരി പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ ഈ ഗിണ്ണക തരകാം, ഗിടുതിക തരകാം, ഗിണ്ണക തരകാം, ഗിടുതിക തരകാം എന്നതിൽ ഒരെണ്ണം. അത് കൃത്യമായി ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കുട്ടികളുണ്ട്. ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവാത്ത കുട്ടികളുണ്ട്. അവർക്ക് കൊട്ടി കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന്. ഇങ്ങനെ 2-3 രീതിയിലാണ് ഇതിൻ്റെ പഠനം വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ശിഷ്യൻ കൊട്ടി നോക്കാനോ സാധകം ചെയ്യാനോ സമയം കിട്ടിയിരുന്നില്ല. ചെറിയ സമയം അതിന് കിട്ടിയിരുന്നു, മറ്റ് ജോലികളിലുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക യാത്രയിൽ കോഴിക്കോട് അടുത്ത് ഒരു തായമ്പ് കഴിഞ്ഞ് വരികയാണ്. കേശവട്ടനും ഞാനുമായിട്ടുള്ള ഡബിൾ തായമ്പുക കഴിഞ്ഞ് വരുമ്പോൾ കേശവട്ടൻ മുന്നിലായിരിക്കുന്നു കാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ കാറിലാണ് സഞ്ചാരവും. പിന്നീട് ഇരുന്നപ്പോൾ അപ്പോൾ കേശവപ്പാളെ വളരെ ബഹുമാനമായിട്ടും, അപ്പോൾ തിരുമേനി കേശവപ്പാളെ ഞാൻ തായമ്പുക അഭ്യസിച്ചിട്ടുണ്ട്, വായ്ത്താരിയാണ് ശീലിച്ചത്. അപ്പോൾ കേശവൻ യാതൊരു ഇവിടുന്ന് വായ്ത്താരിയാണെങ്കിൽ അരങ്ങത്ത് പോയിട്ടൊരു മൈക്ക് തരാൻ പറയാം, എന്നിട്ട് പ്രസംഗിക്കുക, അത് ചെല്ല. കൊട്ടാണെങ്കിൽ കൃത്യമായിട്ട് സാധകം, അത് തിരുമേനി ആയതുകൊണ്ടൊന്നും വെറുതെ കൊട്ടാൻ പറ്റില്ല, കൃത്യമായിട്ട് സാധകം ചെയ്താൽ മാത്രമേ തരാവൂ. ഇത്തരം രസങ്ങൾ ഇതേ കേശവൻ മദ്യം ഒരുപാട് കഴിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ഒറ്റപ്പാലത്ത്
ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നടക്കുന്ന കാലത്ത് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്നെ കണ്ടു. നീ എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വെള്ളിനേക്ക് പോകണം. അല്ല എന്നാൽ ഇവിടെ അടുത്ത് ഒളപ്പോണ തമ്പുരാനുണ്ട്, ഒന്ന് അദ്ദേഹത്തെ കണ്ടുപോവുക. ഞാൻ പറഞ്ഞത് പിന്നീടാവാ കേശവട്ടാ. അല്ലല്ല ഇപ്പോൾ നമുക്ക് പരിചയപ്പെടേണ്ട ആളാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ മനക്കയിൽ പോയി അവിടെ തന്നെ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒളപ്പോണ തമ്പുരാൻ ഈ ഇതാണ് പരിചയമുണ്ടോ? ഇല്ല, മനസ്സിലായില്ല. ഇതാണ് കേശവട്ടൻ. എന്നെ പറയും ഇതാണ് മട്ടൻ എന്നാണ് പറയാം. മട്ടന്നൂരൊന്നും മുഴുവൻ പറയില്ല, ഇതാണ് മട്ടൻ. കൊട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്നാൽ ഇപ്പം കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെണ്ട എവിടെ? ചെണ്ട കൊണ്ടുപോകുന്നു, ചെണ്ട കൊണ്ടിട്ട് അദ്ദേഹം വായ്ത്താരി പറയും, ഞാൻ കൊട്ടും. എന്തായാലും അദ്ദേഹത്തിന് രസം തോന്നി. അപ്പോൾ ഏകദേശം ഒരു 11:30 മണി സമയമാണ്. ഒരു 12 മണിയായപ്പോൾ തമ്പുരാൻ അങ്ങനെ രസകരമായിട്ട് തന്നെ കേട്ടു. കേശവട്ടൻ ഞാൻ ഇരിക്കുന്നു. ഒരു 12 മണിയായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഒരു 12 ആകുമ്പോൾ തിരിച്ച് വന്നു. എന്നിട്ട് കേശവ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈയും പിടിച്ച് നേരെ കേശവട്ടൻ നേരെ അടുക്കളയിൽ. എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് കേൾക്കണം വെച്ചാൽ ഇവിടുന്ന് തമ്പുരാൻ ഊണ് കഴിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്, അടിയങ്ങൾക്കും വെള്ളം നേരെ. ഈ ഒരു ധൈര്യവും പറയാനും ആ പറഞ്ഞത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള തമ്പുരാക്കന്മാരുടെ മനസ്സും അതൊക്കെ ഒരു ഓർമ്മിക്കേണ്ട ഒരു കഥയാണ്. ഞാൻ ജീവിതത്തിൽ നിന്നും മറക്കാത്തൊരു കഥയാണ്. അതുമാതിരി ഓരോ ഗുരുനാഥന്മാരെ കുറ്റം പറയാൻ തോന്നരുത്. ആദ്യമായിട്ട് തിരുവനന്തപുരത്തൊരു ജുഗൽബന്ദിയായിട്ടൊരു പരിപാടി പങ്കെടുക്കുന്ന ആളൊന്ന് പല്ലാവൂർ അപ്പുവേട്ടൻ, കൂടെ ഞാൻ, പിന്നെ സാക്ഷാൽ അള്ളാരാക്ക സക്കീർ ഹുസൈൻജിയുടെ അച്ഛൻ. ഞങ്ങൾ 3 പേരും കൂടി ഒരു 10 മിനിറ്റേ സമയം വേണ്ടു പരിപാടി. അങ്ങനെ തിരുവനന്തപുരത്ത് തലേ ദിവസം തന്നെ എത്തി. അപ്പോൾ അന്നത്തെ ഇവരോട് പിറ്റേ ദിവസം അള്ളാരാക്ക പിറ്റേ ദിവസമേ വരുന്നുള്ളൂ. വന്നു, അവിടെ ഒരു ഹോട്ടൽ താമസം. അപ്പോൾ എന്തെങ്കിലും ഒരു റിഹേഴ്സൽ വേണമെന്നുണ്ട്. ഈ പല്ലാവൂർ അപ്പുവേട്ടനോട് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വേണം അതൊന്ന് ശരിയാക്കി തരാം, അപ്പുവാരാരെയും കൊണ്ട് റിഹേഴ്സൽ അള്ളാരാക്ക. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ചെയ്തോളൂ, അതൊരു മന്ത്രിയായിരുന്നു. വേണ്ട അത് മട്ടന്നൂർ ചെയ്താൽ മതി. ഞാൻ അപ്പുവേട്ടനെ കൂട്ടാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ അള്ളാരാക്ക വന്നിട്ട് ഒരു കൂടെ ഒരു റിഹേഴ്സൽ വേണം, 10 മിനിറ്റല്ലേ വേണം, ഒരു ധാരണ ഉണ്ടാക്കണം. അവൻ്റെ അടുത്ത് ഇവിടെ വരാൻ പറയുമോ? അപ്പുവാരാർ പറഞ്ഞത് അതും അവൻ്റെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് അന്വേഷിച്ചപ്പോൾ അപ്പുവേട്ടനേക്കാളൊരു 2 വയസ്സും അദ്ദേഹത്തിന് കൂടുന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് എന്നാൽ പോവാം. അവിടുന്ന് പോയി രാവിലെ ഒരു 10 മണിക്ക് റിഹേഴ്സൽ. അവിടെ ചെന്നോടനെ ഇദ്ദേഹം ഇടയ്ക്കൽ ഇന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഈ 10 മിനിറ്റ് സമയത്തേക്ക്. അപ്പോൾ അള്ളാരാക്ക പറഞ്ഞു എൻ്റെ ശിഷ്യനാണ് തബല വായിക്കുക, ഞാൻ ആ വായ്ത്താരി പറയും. ഇപ്പോൾ തബല വായിക്കാനുള്ള ആരോഗ്യമില്ല എനിക്ക്, അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് വായ്ത്താരി പറയാം. ശരിയൊക്കെ പറഞ്ഞു. വേദിയിലെത്തി, എല്ലാം തീരുമാനിച്ച് വേദിയിലെത്തി. ഈ അപ്പുമാരാർ തുടങ്ങി. ആദ്യം പറഞ്ഞതേ അല്ല അദ്ദേഹം തുടങ്ങുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് എന്നോട് തുടങ്ങാൻ അപ്പൻ കാണിച്ചു തുടങ്ങി. ഞാൻ അന്നേരം തുടങ്ങിയില്ല, കാരണം ആ പറഞ്ഞതല്ലല്ലോ ചെയ്യുന്നത്. വീണ്ടും അദ്ദേഹം തന്നെ തുടങ്ങി എന്നോട്. അപ്പോൾ ഞാൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം തന്നെയാണ് തുടങ്ങുന്നത്. അപ്പുവേട്ടൻ അല്ലാതാക്കി ഇതൊന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കാണ് സ്വിച്ച് ലൈറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓഫായി. ഇദ്ദേഹം ഇങ്ങനെ ഒന്നും അറിയാൻ ഫിനിഷ്. ഞാൻ ഒന്ന് കഴിഞ്ഞു. ഇങ്ങനൊരു കാര്യങ്ങൾ. പിന്നെ ഞാൻ അതിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്തായാലും നമ്മളെന്നത് ചെയ്തത് ഞാൻ ആ വിഷയത്തിൽ നിന്ന് ഓർക്കാൻ ഞാൻ യോജിക്കാത്ത ഒരാളാണെന്ന് ഞാൻ അപ്പുവേട്ടനോട് പോലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് കുറച്ച് കുറഞ്ഞ കൂട്ടത്തിലാണ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ പങ്കെടുത്തു, കേരളത്തിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും. അതൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് ഒരു വിദേശയാത്ര മോഹം. അന്നൊക്കെ ഒരു വിമാനത്തിൽ കയറാമെന്നുള്ളതാണ് ഏറ്റവും വലിയ മോഹം. അങ്ങനെ 1979 ആദ്യത്തെ എൻ്റെ വിദേശയാത്ര തുടങ്ങുന്നത് 1979 അന്ന് പോയ സ്ഥലം പോളണ്ടാണ്.
ഒരു മാസമുള്ള കഥകളി യാത്രയാണ്, കഥകളി ടൂറാണ്. ഞങ്ങളൊരു 10-15 പേരുണ്ട്. ഫ്ലൈറ്റ് കയറുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത്. ആദ്യമായിട്ടുള്ള യാത്ര, വിദേശ യാത്രക്ക് പുറപ്പെടും. ഷൊർണൂരിൽ നിന്ന് കയറി ഡൽഹി പോയി ഇറങ്ങി. അപ്പോൾ ഡൽഹിയിൽ കൊണ്ടുപോയത് ശ്രീകൃഷ്ണപുരം കഥകളി കേന്ദ്രം എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടുത്തെ നെടുമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് യാത്ര. അപ്പോൾ ഡൽഹിയിൽ ലക്ഷ്മി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിനൊരു സ്ഥലമുണ്ട്, ഒരു ടെൻറ്റും. ആ ടെൻറ്റിലാണ് താമസം. അന്ന് ആ പൈപ്പ് അടിക്കുന്ന പൈപ്പ് ഇതൊക്കെ ആയിട്ടൊരു സാധാരണ ജീവിതം. അപ്പോൾ അവിടുന്ന് വിസ കിട്ടാൻ ഇദ്ദേഹം രാവിലെ പോവും, ഒരു വലിയ പെട്ടിയൊക്കെ തൂക്കി പോവും. ഞങ്ങളെല്ലാം ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ താമസം, കയറുകെട്ടിലും ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരമായി ഇദ്ദേഹം വരും, വിസ കിട്ടിയില്ല. പിറ്റേ ദിവസം ആദ്യം അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മനസ്സിന് ചില ദുഃഖം വരാൻ തുടങ്ങി. ഇത് വിസ കിട്ടാറാവുമോ? കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മോശപ്പെട്ടൊരവസ്ഥയിലാവില്ല. കാരണം കേമായിട്ട് ഫോറിനിൽ പോകാനൊക്കെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും 11ാമത്തെ ദിവസം വിസ കിട്ടി, വളരെ സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ വിദേശയാത്ര പോളണ്ടിൽ ഒരു മാസം ഒരു പ്രത്യേക ഒരു ഹോളിൽ ഈ പറഞ്ഞ പല അവിടുത്തെ ചില ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ട്. ഈ ഹോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് അത്ര എന്തൊക്കെ കണക്ക് കൂട്ടിയിട്ട് വൈകുന്നേരം രാവിലെ 10 മണിക്കാണ്ട് കയറിയാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഭക്ഷണം എന്തെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ പുറത്ത് വന്ന് കഴിക്കുകയും ചെയ്യാം. അവിടെ ചില ആൾ മുദ്രകൾ കാണിക്കുന്നു, ചില ആൾ ചിരിക്കണു, ചില ആൾ കണ്ണുരുട്ടണു. എനിക്ക് സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴേ ഇതൊരു ഭ്രാന്തന്മാരുടെ ലോകമാണെന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായത്.